കൊറിയൻ ബർഗർ. അങ്ങനെ നമ്മൾ നമ്മുടെ ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ് അല്ലെ? നമ്മൾ നമ്മുടെ ലിഫ്റ്റില്ല, സോറി, നമുക്ക് സ്വന്തമായിട്ട് ലിഫ്റ്റ് ഒന്നും ഇല്ല. ഇല്ല. അങ്ങനെ നമ്മളിപ്പോ ഇരിക്കുന്നത് വേറെ എവിടെയല്ല, എവിടെയാണ്? നമ്മുടെ മാഗ്ഡിയിലാണ്. മാഗ്ഡിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇച്ചിരി സൂം ചെയ്ത് എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ സൂം ചെയ്തെടുത്ത കേട്ടോ. കാരണം കണ്ടല്ല, നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന ഐറ്റം എന്താ വെച്ചു? കൊറിയൻ ബർഗർ, കൊറിയൻ ചിക്കൻ സർപ്രൈസ് ബർഗർ. അങ്ങനെയാണ് ചിക്കൻ സർപ്രൈസ് ബർഗർ ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ആ ബില്ല് കാണിച്ചാൽ സത്യം പറഞ്ഞാൽ ഞെട്ടി പോകും അല്ലേ? അതെ, ബില്ലൊന്ന് കാണിച്ചു കൊടുത്തേ, ഞാൻ കാണിച്ചു തരാം ബില്ല്. ബില്ല് ഓക്കെ. ബില്ല് എമൗണ്ട് എത്രയാ? നമ്മളെ പൈസ ഒന്നും കൊടുക്കാതെയാണ് മേടിച്ചത്. രാവിലെ തന്നെ 5 പൈസ കൊടുക്കാതെ 2 ബർഗർ കിട്ടി. 2 ബില്ലുണ്ട് കേട്ടോ, 2 ബില്ല. ഓരോ ബർഗറിനും ഓരോ ബില്ല്. സംശയം ഉണ്ടെന്ന് നോക്കിയതോ? 000 ഇതുണ്ട്, രണ്ടാമത്തെ 000 ബിൽ നമ്പറും എല്ലാം ഉണ്ട്. ഇതെങ്ങനെയാ വെച്ചോ കിട്ടിയേ? അത് നമ്മൾ ഇത്രയും നാൾ പർച്ചേസ് ചെയ്തത് ആപ്പ് ത്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് പോയിന്റ്സ് വന്നു. അപ്പോൾ ആ പോയിന്റ്സ് നമ്മൾ റെഡീം ചെയ്തിട്ടാണ് ഈ ഫ്രീ ബർഗർ വാങ്ങിയത്. അതെ, സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ മാഗ്ഡിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പുണ്ട്, അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ്. അത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് അവരുടെ ആപ്പ്. ഈ ആപ്പിനകത്ത് കയറി കഴിയുമ്പോൾ തന്നെ മൈ മാഗ്ഡി എന്നും പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതെടുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ റിഡീം ചെയ്യാനുള്ളതിൻ്റെ അതിനകത്ത് കടന്നതുകൊണ്ടാണ് എനിക്കിതിപ്പോൾ ആക്റ്റീവായിട്ട് കിടന്നത്. ഇതൊന്നും അല്ലാണ്ട് ഇത് കണ്ടോ, നമുക്ക് ഓരോ സാധനങ്ങൾ 59 രൂപയുള്ളൂ 2 എണ്ണം. അത് കണക്ക് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടുന്ന് സോഫ്റ്റ് സെർവ് കഴിക്കാറുണ്ട്. ആ സോഫ്റ്റ് സെർവിൻ്റെ പ്രൈസ് നിങ്ങൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39 2 എണ്ണത്തിന്. അത് 2 എണ്ണം നമ്മളതെടുക്കുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് റെഡീം കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്നിട്ട് മാത്രമേ റെഡീം ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് 39 രൂപയ്ക്ക് 2 എണ്ണമാണ് കിട്ടുന്നത്. അതിന്റെ പോയിന്റ് നമുക്ക് മുകളിൽ ആഡ് ആവും. ഇതിപ്പം അച്ചുവിന്റെ ഇതിനകത്ത് വന്നതാ. ഇപ്പം നമ്മൾ റെഡീം ചെയ്തു. ഇപ്പൊ 500 എത്ര പോയിന്റ് നമ്മൾ റെഡീം ചെയ്തു. 20 പോയിന്റേ ഉള്ളൂ. പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും പോയിന്റ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്കിത് ലാഭമാണ്. അപ്പൊ ഇതിപ്പോ ഒരു ബർഗർ മേടിക്കണമെങ്കിൽ ഇപ്പൊ എനിക്കൊന്നൊരു ചിക്കൻ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു കാര്യം ഞാൻ നോക്കട്ടെ. ഇപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മളിപ്പോ മേടിച്ച ഐറ്റത്തിന്റെ പ്രൈസ് ഞാനൊന്ന് പറയട്ടെ. ഏകദേശം മേടിച്ച ഐറ്റത്തിന് എന്തായാലും നമ്മൾ മേടിച്ചതിനെക്കാട്ടി ആപ്പില് പ്രൈസ് കുറവായിരിക്കും. ഡയറക്റ്റ് ഇവിടെ ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ നല്ല പ്രൈസ് ആയിരിക്കും. ആപ്പിൽ അതിലും റേറ്റ് കുറവായിരിക്കും. ആപ്പിൽ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. അല്ല, അച്ഛൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. എനിക്കും അറിയത്തില്ല എത്രയാണ് അതിന് വരുന്നതെന്നുള്ളതിന്റെ ഒരു പിടുത്തം എനിക്കില്ല. കുറെ നാൾ കൂടിയാണ് നമ്മളിവിടെ വരുന്നത് അല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല, വളരെ കുറവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെറും ചിക്കൻ സർപ്രൈസ് ബർഗർ അല്ലേ എടുത്തത്? പിന്നെ കൊറിയൻ ചിക്കൻ സർപ്രൈസ് ബർഗർ. വെറും ചിക്കൻ സർപ്രൈസ് ബർഗറിന് ആപ്പില് 69 രൂപയുണ്ടോ? 69 രൂപയ്ക്ക് മറ്റേ ഐസ്ക്രീമും ബർഗറും കിട്ടും. അപ്പൊ എന്തായാലും അല്ലാണ്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ കൂടുതൽ എന്തായാലും വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് 2 ഗുണങ്ങളല്ലേ? നമുക്ക് പോയിന്റ് കിട്ടും, നമുക്ക് അടുത്ത പർച്ചേസിന് നമുക്ക് എടുക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ അച്ചു? ഇത് കണ്ട ബൈ കൊറിയൻ മാക്സ് സ്പൈസി ചിക്കൻ ബർഗർ അല്ലെങ്കിൽ നമ്മുടെ മാക്സ് സ്പൈസി പനീർ ബർഗർ 169 രൂപ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാഭമല്ലേ? അതെ, നമുക്ക് ലാഭമാണ്. ആപ്പിൽ 169 രൂപ ഉണ്ടല്ലേ? അത് എനിക്ക് തോന്നുന്നു ചിലപ്പം സൈസ് ലാർജ് ആയിരിക്കും. അല്ലാതെ കിടപ്പുണ്ട് കൊറിയൻ ചിക്കൻ സർപ്രൈസ് ബർഗറിന് 59. ആപ്പിൽ 59 രൂപയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് മേടിച്ചില്ലേ? ആപ്പിൽ റേറ്റ് കുറവായിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിലും 59 ആണെങ്കിൽ ഒരു 10-20 രൂപ കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആപ്പ് വഴി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. റേറ്റ് കുറവായിരിക്കും. 19 രൂപയുടെ ഇതിന് ആപ്പിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയോ? കൊറിയൻ ബർഗേഴ്സ്. അത് ഇതാണ് സർപ്രൈസ് ഉണ്ട്. അതാണ് ഇതിലേത് ബർഗർ വേണമെങ്കിലും എടുക്കാം. ഈ ഡ്രിങ്കിനും എല്ലാം 59 ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയത്തില്ല, ചിലപ്പോൾ സ്മോൾ ആയിരിക്കാം. 59 രൂപയാണെങ്കിലും ഞങ്ങളിപ്പോൾ 59, 60 രൂപ, 120 രൂപ ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ? നമ്മളെന്തായാലും മേടിച്ചാൽ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? അപ്പോൾ എങ്ങനെ ലാഭമല്ലേ? അത് കഴിക്കാം. നമുക്കിത് മറ്റേ കോയിൻ റെഡീം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ക്വാളിറ്റിയിലോ ആ ക്വാണ്ടിറ്റിയിലോ ഒന്നും ചേഞ്ച് ഒന്നും അവർ വെക്കത്തില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കണ്ടോ. കൊറിയൻ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ്, നല്ല സ്പൈസിയാണ്, ഭയങ്കര സ്പൈസിയാണ്. എനിക്കാണെങ്കിൽ ഇത്രയും സ്പൈസി പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. എനിക്കാണെങ്കിൽ ഇത്രയും സ്പൈസി അങ്ങോട്ട് പിടിക്കത്തില്ല. മറ്റേ നമ്മുടെ ചിക്കൻ കബാബ് ബർഗർ പോയപ്പോഴത്തേക്കും നമുക്ക് വിഷമമായിരുന്നു.
അതെന്തായാലും ഇതുകൊണ്ട് നികന്നു. അതാണ് സ്ഥിരം അതായിരുന്നു കേട്ടോ. കൊള്ളാം, നല്ല എരിയുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അരി വന്നായിരുന്നു കഴിവായിരുന്നു. നല്ല എരിയുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ എരിയുന്നു. ഞാൻ അത്ര സ്പൈസി കഴിക്കാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ കുറേ നാളുകൂടി കഴിക്കുന്നു, അതുകൊണ്ട് കൊള്ളാം. എനിക്ക് ഇത്രയും സ്പൈസി വേണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് എരിയുന്നു. എനിക്ക് ആദ്യം കഴിച്ച സമയത്ത് എരിവിൻ്റെ വന്ന് തുടങ്ങിയില്ല. അടിയിലോട്ടോ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സോഫ്റ്റ് സെർവ് കൂടെ കഴിച്ചിട്ടേ പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തൽക്കാലം നീ ഇത് കഴിക്കും, എന്നിട്ട് നമുക്ക് നോക്കാം. അതിന് ഇവിടെ മറ്റേ നമുക്ക് സെൽഫ് ഓർഡർ ചെയ്യുന്നതും കൂടെ കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാവേ. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ് സെർവ് റെഡീം ചെയ്യാനായിട്ട് പോവാം. വളരെ സിമ്പിളാണ്. ഇതിൽ കൊടുക്കുക, റെഡീം കൊടുക്കുക. അപ്പോൾ റെഡീം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് QR വരും. അതിവിടെ സ്കാൻ ചെയ്യാം. സ്കാനായി കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക, PTN കൊടുക്കുക. അത് കഴിഞ്ഞ് ആഡ് ഓർഡർ കൊടുക്കുക. പേയ്മെൻ്റ് ആണോ ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം നോട്ട് ടുഡേ. നമുക്ക് വേണമെന്ന ഐറ്റം മാത്രം കൊടുത്താൽ മതി. നോട്ട് ടുഡേ കംപ്ലീറ്റ് കൊടുക്കുക, പേ ഹിയർ കൊടുക്കുക, പിക്കപ്പ് കൊടുക്കുക, UPI പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് സിമ്പിളാണ്. നമുക്കിവിടെ UPIയുടെ ഇത് വരും, കണ്ടോ? അപ്പോൾ ഞാൻ ഇതിനകത്ത് GPay ചെയ്യാൻ പോവാം. ബാക്കി ഞാൻ കാണിച്ചു. എൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് റെസിപ്റ്റ് വെച്ച് എസ് കൊടുത്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇല്ലെങ്കിൽ ക്യാൻസൽ കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇവിടെ കിട്ടിയിട്ടുണ്ട്, സംഭവം കിട്ടി, കഴിഞ്ഞ പരിപാടി. ആക്ച്വലി ഞാൻ ഒറ്റ കയ്യിലല്ലേ എടുത്തേ. അയ്യോ, ഞാൻ നേരത്തെ ഇവിടെ ഇരുന്നത് അടിപൊളി എടുക്കായിരുന്നു. ഞാനത് ആദ്യം പറയണമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്ന് മതിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എന്താണ്ട് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷെ സൂം ചെയ്തെടുത്താലും ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു, നല്ല ആംഗിളായിരുന്നു. ഇത് മതിയായിരുന്നു. പക്ഷെ കണ്ട, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ മിഷനിൽ പോയി നിന്ന് ചെയ്യാൻ പറ്റും. അതും നമ്മുടെ ആപ്പ് വഴി ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ലേറ്റായെന്നറിയാമോ? ഇന്നിവിടെ സെർവർ ഡൗണോ, അതും കൗണ്ടറിൽ എടുക്കുന്നില്ല. ഒറ്റ നമ്മുടെ സെൽഫിൽ മാത്രമേ ഉള്ളൂ. അത് ഒരെണ്ണം വർക്കിംഗ് അല്ല. സെർവർ ഡൗണോ. നമ്മുടെ ഓർഡർ എടുക്കാൻ ഭയങ്കര താമസം. അടിപൊളി കൊള്ളാം. ഈ ആംഗിൾ കൊള്ളാം. നേരത്തെ ഇങ്ങനെ നേരത്തെ മതിയായിരുന്നു. നല്ലതരം കാണിച്ചിട്ടാ ആ പോട്ടെ. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ, നമ്മളില്ല പറഞ്ഞ പോലെ എല്ലാം എടുത്ത് കഴിയും. ഞാനെങ്കിൽ കഴിച്ചോണ്ടിരുന്നപ്പം പറഞ്ഞു ഇവിടെ നിന്ന് എടുത്തിട്ട് കൊള്ളത്തിൽ അന്നേരമെങ്കിലും ആലോചിച്ച് ഇങ്ങോട്ടിരുന്നെങ്കിൽ അതങ്ങനെ കഴിച്ചു. ഞാൻ പിന്നെ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഒതുങ്ങി മാറി വരുന്നത്. നമ്മൾ അവിടെ എടുക്കുന്നില്ലല്ലോ, അവരെ എടുക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്. ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് പോയിന്റ്സ് കിട്ടും. ഇതിൽ ആപ്പ് യൂസ് ചെയ്യാൻ പറയുന്നതിന് വേറൊന്നുമല്ല സംഭവം. നമുക്കിത് കണക്കും ഇവിടെ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവ്. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാത്രമല്ല, നമുക്ക് പോയിൻറ്സും കൂടെ കിട്ടും. ആ പോയിന്റ് കൂടെ നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കിട്ടുന്ന സംഭവമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ടൊക്കെ കാണും. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് കാണും. നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. അതെ, നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകും. അതെ, ഇവിടെ ഫുഡ് വെയർ ഓഫറൊക്കെ കിടക്കുമ്പോൾ 40% സമാധാനം 50 ഉണ്ട് വെറുതെ. അങ്ങനെ നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് എവിടെ വന്നത്? നമ്മുടെ RP മാളിൽ വന്നത്. കുറേ നാളായില്ലേ? ഒരുപാട് നാളായില്ലേ? അതെ, കുറച്ചധികം നാളായെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയുണ്ട് കുറേ നാളിന് ശേഷം RP മാൾ? അടിപൊളി, നല്ല രസമുണ്ട്. കുറേ നാളായില്ലേ നമ്മൾ വന്നിട്ട്? ഒരുപാട് നാളായി വന്നിട്ട്. ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസമായി കാണും അല്ലേ? എനിക്ക് തോന്നുന്നു 1 മാസം അടുപ്പിച്ചായി കാണണം. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. എനിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ അനുഭവം എന്തോന്ന് അറിയാൻ പറ്റും? എന്തോ അനുഭവം? എർത്തടി. ഇവിടെ ചിലയിടത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഈ കമ്പിയിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ടിക്ക് ഒരടി അടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എർത്തടിയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏത് ഫ്ലോറിലാണെന്നറിയാം? ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പോൾ ഇവിടെ നിലവിൽ
ഫസ്റ്റ് ഫ്ലോറിൽ അത് ഗ്രൗണ്ട് ഇത് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോർ, സോറി എനിക്ക് തെറ്റിപ്പോയി. സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പൊ നിലവിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച്. അതില് പക്ഷെ എനിക്കൊന്ന് നമ്മുടെ ഡ്രീംസ് മാളിനെക്കാട്ടും വന്നിരിക്കാൻ എന്തോ ഒരു കംഫർട്ട് ഉണ്ട് ഇവിടെ. ഡ്രീംസ് മാളിൽ എന്താണെന്നറിയാം, എന്താ സംഭവം അറിയോ? ഡ്രീംസ് മാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 നില ഫുള്ള് ലുലു ആണ്. അതെ, ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ പല പല കടകളാണ്, അറിയത്തില്ല. അവിടെ പോയിട്ട് തന്നെ 2-3 ആഴ്ചയായി. അത് ഒരുപാടായി, 2-3 അല്ല അതിൽ കൂടുതലായെന്ന് തോന്നുന്നു നമ്മളവിടെ പോയിട്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടത്തെക്കാട്ടി കുറച്ചും കൂടെ എന്താ പറയാ ഒരു വൈബ് ഇവിടെ. അവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ നിൽക്കാനൊരു ഇതില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കണക്ക് ഇങ്ങനെ വന്ന് നിൽക്കാം അല്ലേ, കാരണം ഓരോരോ ഷോപ്പ് ഇതാണെങ്കിൽ നിൽക്കാം, നമുക്ക് ഇങ്ങനെ നിൽക്കാം, സൈഡ് വെക്കാം, എന്ത് വേണമെങ്കിലും. മാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടേ. അതാ ഇതാണ് നമ്മളിങ്ങനെ ശീലിച്ചത് കൊണ്ടാവാം. പക്ഷെ അത് മാളായിട്ട് കൂട്ടാനും പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയാമോ, അതിലൊരു ഇപ്പം ഒരു 3/4 ലുലുവാ. അതെ അല്ലേ, കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ലുലു മാള് വരുന്നതായിരുന്നു അത് നല്ലത്. അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. അവര് അത്രയും ചെറിയൊരു ഏരിയ ആയതുകൊണ്ടായിരിക്കും മൊത്തത്തിൽ എടുക്കാൻ. പക്ഷെ ലുലു മാളിൽ പോവുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മീൻസ് നമുക്ക് ലാഭമാണോ എന്ന് വെച്ചാൽ ചില ഓഫർ ചില സാധനങ്ങൾ ലാഭമാണ്, ചില സാധനങ്ങൾ ലാഭമല്ല. പക്ഷെ എങ്കിലും നമുക്ക് കുറെ ഐറ്റംസ് ഒക്കെ എനിക്ക് പിന്നെയും തോന്നിയിട്ടുണ്ട് ചിലത് ഓഫർ വരുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ റേറ്റ് കുറവാണ് തോന്നുന്നു. ഓഫർ ഇടുമ്പോഴത്തേക്ക് ചിലതിന് റേറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഓഫർ ഇടുന്ന സമയത്ത് അതിന് റേറ്റ് കൂടുതലായിട്ട് തോന്നും. മീൻസ് മുമ്പുള്ളതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യും. ചില സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, ചിലതിനൊക്കെ ഭയങ്കര ലാഭമാണ് ഓഫറിൽ പോകുമ്പോൾ. അവരെനിക്കൊന്ന് മിഡ് നൈറ്റ് സെയിൽ വെച്ചപ്പോഴും ഭയങ്കര തിരക്കാരെന്ന് തോന്നില്ലേ. പക്ഷെ ഈ ഇടയ്ക്ക് എന്തോ ഒരു സെയിൽ വെച്ചു, അതിന് വലിയ തിരക്ക് കണ്ടില്ല. എന്താണെന്തോ അറിയത്തില്ല, പത്രത്തിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ RP മാളിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. വേറെ എങ്ങോട്ടും അല്ല നമ്മൾ പോകുന്നത് റിലയൻസ് ഫ്രഷിലേക്ക് പോകുന്നു. അതെ, ഇന്നലെ പോയി കുറച്ച് സാധനം മേടിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടാതെ പോയി നമ്മുടെ അവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷെ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഒന്നെങ്കിൽ നമ്മളിപ്പം ഇവിടെ നമ്മുടെ RP ആലുക്കാസിന്റെ അടുത്തുള്ള അവിടെ പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ അവിടെ വേഗം സ്റ്റോക്ക് തീരും. രാവിലെ 10 മണിക്ക് നമുക്ക് പറ്റില്ലല്ലോ, നമുക്കത് പറ്റത്തില്ല. 10 മണിക്ക് ചെല്ലുന്നത് നടക്കത്തില്ല. കാര്യം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പാടായിരിക്കും. അത് മാത്രമല്ല അവിടെ നിന്ന് ഒരുപാട് കടക്കാരൊക്കെ വന്ന് ബൾക്കായിട്ട് എടുത്തോണ്ട് ബൾക്ക് പർച്ചേസ് ആട്ടോ. സംഭവം കുഞ്ഞു സ്റ്റോറാ, അതുകൊണ്ടാണ്. പക്ഷെ റിലയൻസിന്റെ നമ്മുടെ നാടനിലെ കിടക്കുന്നത് ഭയങ്കര വലിയ സ്റ്റോറാണ്. ഇപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ കയറി നോക്കാന്ന് വിചാരിച്ചു. അതെ, എന്തായാലും കൂടെ പോയി നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ് അല്ലേ? നമ്മൾ നമ്മുടെ ലിഫ്റ്റില്ല, സോറി, സ്വന്തമായിട്ട് ലിഫ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഇനിയിപ്പോ ഡെയിലി നമ്മൾ ഇതിനൊക്കെ കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇടാന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ, എന്നും ഇങ്ങനെ വിചാരിക്കുന്നതിന് പറ്റിയെന്നോണ്ട് വീഡിയോ ഇടത്തില്ല. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് സത്യമാണ്.